റൂമൊന്നുമില്ല, എല്ലാം ഫുള്ളാ. അല്ല, റൂം എടുക്കാനല്ല. പിന്നെ എനിക്ക് റൂം നമ്പർ 20 ഒന്ന് പോകാനാ. റൂം നമ്പർ 20? എങ്കിൽ ആദ്യം കാശ് വയ്ക്കും, എന്നിട്ട് കയറാം. അല്ല പിന്നെ രാവിലെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കൊള്ളും മേനക്കെടുത്താൻ വേണ്ടി. മനസ്സിലായില്ല. അതായത് ആദ്യം ഒരുത്തം വന്ന് കാര്യം സാധിച്ചിട്ട് പോയി, പൈസ തന്നില്ല. രണ്ടാമത് ഒരുത്തം വരുമ്പം ആദ്യം അഡ്വാൻസ് വാങ്ങിക്കാതെ ഇരുന്നാ അത് ശരിയാണ്? നമ്മൾ മണ്ടന്മാരാവൂലേ? അല്ല, അതല്ലേ അതിൻ്റെ ശരി അല്ലേ? എത്രയാ അത് ചോദ്യം. റേറ്റ് വളരെ കുറവാ, 2500 രൂപയുള്ളൂ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, 5. മുകളിലോട്ട് ചെല്ല്, പൊളപ്പൻ റൂമാ, തകർക്കാം. നീ എന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത്? അത് ഞാൻ പറയാൻ രമേശ് ഏട്ടാ, പക്ഷേ ഇപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വെച്ച്, ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചിട്ട് കുറേയായി രമേശ് ഏട്ടാ. രാവിലെ മോള് സ്കൂളിൽ പോവും, രമേശ് ഏട്ടൻ ഓഫീസിൽ പോവും, പിന്നെ വൈകിട്ട് വരെ ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക്. കുറേ നേരം അതും ഇതുമൊക്കെ തൂത്തും തുടച്ചൊക്കെ നടക്കും. പിന്നെ കുറച്ചു നേരം TV കാണും, മൊബൈലിൽ നോക്കും. എന്നും ഒരേപോലെ ആവുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് രമേശ് ഏട്ടാ. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്ന് വരെ തോന്നും. രമേശ് ചേട്ടൻ തിരിച്ചു വരുമ്പോൾ കുറേ സംസാരിക്കണമെന്നൊക്കെ വിചാരിക്കും. പിന്നെ ചേട്ടൻ്റെ തിരക്കുകൾ കാണുമ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെക്കും. അങ്ങനെ പറയാതെ മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. 6-7 മാസത്തിന് മുന്നേ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി, അരുൺ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാ. നല്ല രസമായിരുന്നു അവനോട് സംസാരിക്കാൻ. ഇടയ്ക്ക് 1-2 വട്ടം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ഇന്നവൻ കാണാതെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി കുറച്ചായല്ലോ അവനെ കണ്ടിട്ടെന്ന്. എനിക്കവനെ നല്ല വിശ്വാസമായിരുന്നു രമേശ് ഏട്ടാ. അതുകൊണ്ട് അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എതിർത്തൊന്നും പറയാതിരുന്നത്. പക്ഷേ അവൻ ഇവിടെ വെച്ച് എന്നോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു രമേശ് ഏട്ടാ. ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ അവൻ എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് പോയിക്കളഞ്ഞ്. പിന്നെ കാശ് കൊടുക്കാതെ പുറത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രമേശ് ഏട്ടനെ വിളിക്കാനാണ് തോന്നിയത്. ഒരുപാട് വൈകി രമേശ് ഏട്ടാ, നമുക്ക് പോവാം.
പാത്തു. ആ അമ്മേ, എന്താ ഇത്ര വൈകിയേ? പാത്തു, അമ്മ ഒന്നല്ലേ ഉള്ളൂ, മേല് മുഴുവൻ അഴുക്കായിരിക്കും, ഒന്ന് കുളിക്കട്ടെ. അമ്മേ വന്നേ, ഞാൻ എന്താ വരച്ചെന്ന് പാത്തു, അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ നിനക്ക്? ഇങ്ങോട്ട് മാറിയുന്നേ, നിനക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യേ. എന്താ അച്ഛൻ നല്ല ചപ്പാത്തിയും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കാം. അമ്മ തന്നാ മതി. എന്താ പാത്തു ഇത്? അച്ഛൻ തന്നാൽ അമ്മ തന്നാൽ എന്താ വ്യത്യാസം? വെറുതെ അമ്മ തന്നാൽ മതി, അമ്മ തന്നാൽ മതി. കഴിക്കേ. വേണ്ട. മോളെന്താ അച്ഛൻ തന്നിട്ട് കഴിക്കാത്തെ? വേണ്ട. ഉറക്കം വരുന്നുണ്ടോ കുഞ്ഞിന്? എന്നാ ഉറങ്ങിയാലോ? ശരി, ഉറങ്ങാം. വാ വാ. അച്ഛനെന്താ അമ്മയ്ക്ക് ദേഷ്യം? അതെ, അച്ഛന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടാവും, അതാ. മോള് പേടിക്കണ്ട കേട്ടാ. പാത്തു, അമ്മ ചിലപ്പോൾ നാളെ ഒരു സ്ഥലം വരെ പോവും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അമ്മ വരത്തുള്ളൂ. അമ്മ പോയ ബാത്തും വരും. അയ്യോ, പാത്തുനെ ചിലപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അമ്മ വേഗം തിരിച്ചു വരും. പാത്തു അച്ഛൻ പറയുന്നൊക്കെ കേട്ട് നല്ല മിടുക്കി കുട്ടിയായിട്ടിരിക്കണം. അമ്മ പോണ്ട അമ്മ.